ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ആ പരമമായ സത്യം നാമാണെന്ന പരമാർത്ഥം അറിയണമെങ്കിൽ മറ്റൊരാൾ അത് കാട്ടിത്തരുക തന്നെ വേണം. 10 പേരും മാറി മാറി എണ്ണിയിട്ടും ഒരാളെ കാണാതായപ്പോൾ 11ാമതായി മറ്റൊരാൾ വന്നിട്ടാണ് ഇവരുടെ അസുഖം എന്താണെന്ന് പറഞ്ഞു കൊടുത്തത്. തന്നെ മറന്നെണ്ണിയതാണ് എണ്ണം പിഴയ്ക്കാൻ കാരണം എന്ന്. അത് എണ്ണിക്കൊടുത്ത ഒരാളെയാണ് വാസ്തവത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ട് ദുഃഖിക്കുന്നയാൾ നഷ്ടപ്പെട്ടിട്ടില്ല, അത് നിങ്ങൾ ഓരോരുത്തരുമാണ്, അവനവന് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നയാളാണ് ഗുരു എന്ന് പറയുന്നത്, ആചാര്യൻ. അവർ സ്വജീവിതത്തിൽ തന്നെ കണ്ടെത്തി താൻ ഈ ബോധം മറഞ്ഞ് തനിക്ക് നഷ്ടപ്പെട്ട ആ ദുഃഖാവസ്ഥ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് ആ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി തന്നെ കാട്ടിത്തരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ആചാര്യൻ അല്ലെങ്കിൽ ഗുരു. അതിനൊരു ഗുരു കൂടിയേ കഴിയൂ എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാവുന്നത്. 10ാമൻ നീ എന്നു ചൊല്ലാനൊരാൾ വേണം, എണ്ണുന്നതിനൊക്കെയും സാക്ഷിയാണപ്പുമാൻ. നീയതാണെന്നൊരാൾ ഓതിയാലല്ലാതെ താൻ അതാണെന്നാരോ ഓരില്ല നിശ്ചയം. എത്ര പരമാർത്ഥമാണ് വളരെ ലളിതമായി വിവരിച്ചിരിക്കുന്നത്. 10ാമൻ നീ എന്ന്, ആ 10ാമൻ നീ തന്നെയാണ്. അത് 10 പേരും എണ്ണിയപ്പോൾ തന്നെ മറന്നു. 9 പേരെ കാണാനുള്ളൂ, 10ാമനെയാണ് കാണാത്തത്. അത് എണ്ണിയവരൊക്കെ ആണ് ആ 10ാമൻ. ഈ 10 എണ്ണത്തിനും സാക്ഷി അവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനെല്ലാം സാക്ഷി അവരാണ്. അവരെല്ലാവരും എണ്ണി നോക്കി, എല്ലാവരും തന്നെ മറന്നു. എന്നാൽ അവർ തന്നെയാണ്, ഈ മറന്നയാൾ തന്നെയാണ് എണ്ണുന്നത്. തന്നെ എണ്ണാതെ എണ്ണുന്ന ആൾ ആണ് തന്നെ തന്നെ മറക്കുന്നത്. അത് കാട്ടിത്തരാൻ വേറെ ഒരാൾ വേണം. അതാണ് അതിൻ്റെ വിചിത്രം. അതാണ് 10ാമൻ നീ എന്ന് ചൊല്ലാൻ ഒരാൾ വേണം. 10ാമൻ നീ തന്നെയാണ് എന്ന്, അതും നീ തന്നെയാണ്. അതാണ് തത്വമസി എന്ന് പറയുന്നത്. അത് നീയാണ് എന്ന് പറയാൻ വേറെ ഒരാൾ വേണം, അനുഭവസ്ഥനായിട്ടുള്ള ഒരാൾ വേണം. അതാണ് ഗുരു. 10ാമൻ നീ എന്നു ചൊല്ലാൻ ഒരാൾ വേണം, എണ്ണത്തിനൊക്കെയും സാക്ഷിയാണപ്പുമാൻ. ഈ എണ്ണത്തിനൊക്കെ എല്ലാവരും എണ്ണിയപ്പോഴും തന്നെ എണ്ണിയില്ല. തന്നെ എണ്ണിയിരുന്നെങ്കിൽ, ആരെങ്കിലും തന്നെ എണ്ണിയിരുന്നെങ്കിൽ അവിടെ എണ്ണം കുറയുമായിരുന്നില്ല. എല്ലാവരും തന്നെ മറന്നാണ് എണ്ണുന്നത്. ഈ പ്രപഞ്ചത്തിലെ സർവ സാക്ഷാത്കാരം നേടാത്ത എല്ലാ വ്യക്തികളും തന്നെ മറന്നാണ് ഇവിടെ എണ്ണുന്നത്. തന്നെ ഓർമ്മിക്കാൻ കഴിയുന്നവരെയാണ് മഹാത്മാക്കൾ, ഗുരുക്കന്മാർ, സത്യസാക്ഷാത്കാരം നേടിയ വ്യക്തികൾ എന്ന് പറയുന്നത്. തന്നെ തിരിച്ചറിഞ്ഞവർ. നഷ്ടപ്പെട്ട തന്നെ കണ്ടെത്തണം. അത് കണ്ടെത്താൻ മറ്റൊരാൾ വേണം. 10ാമൻ നീ എന്ന് ചൊല്ലാൻ ഒരാൾ വേണം, എണ്ണത്തിനൊക്കെയും സാക്ഷിയാണപ്പുമാൻ. നീ അതാണെന്നൊരാൾ ഓതിയാലല്ലാതെ, നീ തന്നെയാണ് ആ നഷ്ടപ്പെട്ടത്, തത്വമസി അത് നീയാകുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ അല്ലാതെ അത് മനസ്സിലാവുകയില്ല. നീ അതാണെന്നൊരാൾ ഓതിയാലല്ലാതെ താൻ അതാണെന്നാരും ഓരില്ല നിശ്ചയം. നീ തന്നെയാണ് അത് എന്ന് വേറെ ഒരാൾ പറഞ്ഞാൽ മാത്രമേ നമുക്കത് ബോധ്യമാവുകയുള്ളൂ. അതാണ് അനുഭവസ്ഥനായ ആചാര്യൻ്റെ പ്രസക്തി ഇവിടെ കിടക്കുന്നത്. ഇത് ഒന്ന് വായിച്ചാൽ തള്ളിക്കളഞ്ഞാൽ പോരാ. ഇത് നാം വീണ്ടും വീണ്ടും മനനം ചെയ്ത് ഞാൻ ആരാണ് എന്ന പരമസത്യം
അറിയുകയാണ് വേണ്ടത്. അതിന് നാം ലോകം മുഴുവൻ ചുറ്റിയാലും അതറിയാൻ സാധിക്കുകയില്ല. അതേതുപോലെയാണ് ഒരു രാജാവിനെ പച്ച നിറം നല്ല ഇഷ്ടമാണെന്ന് കണ്ട് അദ്ദേഹം എല്ലായിടത്തും പച്ചച്ചായം തേച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് സംതൃപ്തി വന്നില്ല. അപ്പോഴാണ് വൃദ്ധനായ ഒരു സന്യാസി വര്യൻ വന്ന് ഇവിടെ എന്താ എല്ലാം പച്ച തേച്ചിരിക്കുന്നത് എന്ന്. അപ്പോഴാണ് കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. രാജാവിന് പച്ച ഇഷ്ടമാണെന്നും എല്ലായിടത്തും പച്ചച്ചായം തേച്ചെങ്കിലും രാജാവിന് സംതൃപ്തിയായോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എല്ലായിടത്തും പച്ച തേക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ആ വൃദ്ധസന്യാസി തൻ്റെ മടിയിലിരുന്ന ഒരു കണ്ണട എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെച്ചു കൊടുത്തു. അത് വെച്ച് നോക്കുമ്പോൾ കാണുന്നതെല്ലാം പച്ചയായി. ആകാശം പച്ച, സമുദ്രം പച്ച, ചെടികൾ പച്ച, സർവ്വവസ്തുക്കളും എല്ലാവരെയും പച്ചയായി കണ്ട് മഹാരാജാവ് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. ആദ്യം പച്ചച്ചായം തേക്കാൻ ഇത്രയധികം ശ്രമങ്ങൾ ചെയ്തിട്ടും തനിക്ക് സന്തോഷമുണ്ടായില്ല. എന്നാൽ ഇപ്പോഴാകട്ടെ ചെറിയ ഒരു കണ്ണട വെച്ചപ്പോൾ എല്ലാം പച്ചയായി കണ്ട് അദ്ദേഹം സന്തുഷ്ടനായി. വാസ്തവത്തിൽ പച്ചച്ചില്ലോടുകൂടിയ ഒരു ഗ്ലാസ്സാണ് അദ്ദേഹം കൊടുത്തത്. അപ്പോൾ ആ പച്ചച്ചില്ലോടുകൂടിയ ഗ്ലാസ് വെച്ച് നോക്കുമ്പോൾ എല്ലാം പച്ചയായി കണ്ടു. അതുപോലെ തന്നിൽ ഒരു മാറ്റം വരുത്തുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലും മാറ്റം വരുന്നത്. ലോകത്തെ എത്ര മാറ്റം വരുത്തിയാലും ലോകത്തെ മാറ്റാൻ ആർക്കും സാധിക്കുകയില്ല. എന്നാൽ തന്നെ മാറ്റി കഴിയുമ്പോഴോ ലോകം അതാത് സ്വഭാവത്തിൽ തന്നെ വർത്തിക്കുന്നു എന്ന അറിവാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത്. ലോകം ആ സ്വഭാവത്തിൽ നിന്ന് അതിനെ മാറ്റാൻ കഴിയില്ല. കാഞ്ഞിരക്കായ മാധുര്യമേറിയ മാമ്പഴമാകണം എന്ന് നാം ശഠിച്ചത് കൊണ്ടൊരു പ്രയോജനവുമില്ല. കാഞ്ഞിരക്കായ കയ്പേറിയതാണ്. ഈശ്വരൻ അതിനെ കയ്പ് സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് വേറെ ഉപയോഗമുണ്ട്. മാമ്പഴം മാധുര്യമേറിയത് വേറെയുണ്ടല്ലോ. അത് പക്ഷേ അതിനെ മാധുര്യമുള്ളതായും ഇതിനെ കയ്പേറിയതായും മുളകിനെ എരിവുള്ളതായും പുളിയെ പുളിയുള്ളതായും നാം കണ്ട് അതെല്ലാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ എല്ലാം സമരസമായി ഇവിടെ ആനന്ദപ്രദമാവും. ഒന്നും മാറ്റേണ്ടതായിട്ടില്ല. ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റാനല്ല നാം വന്നിരിക്കുന്നത്. അതാതിനെ കണ്ട് അതിൻ്റെ മഹിമകളെ കണ്ട് ആസ്വദിക്കാനാണ് വന്നിരിക്കുന്നത്. ആയുസ് അല്പം, അതിൽ പാതി നിദ്ര. ആയുസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അതിൽ പകുതി ഉറക്കമായി പോകുന്നു. അങ്ങനെ നമ്മുടെ കാലം ആ മനുഷ്യ ആയുസ്സൽപ്പം, അതിൽ പാതി നിദ്ര. മനം മോഹഗ്രസ്തം പരം യൗവനത്തിൽ, ബലശൂന്യ വാർദ്ധക്യ ബാല്യം കഴിച്ചാൽ സത്യം ഗ്രഹിക്കുന്നതെപ്പോഴെന്നറിയടോ. നമുക്ക് സത്യം ഗ്രഹിക്കാൻ എപ്പോഴാ പിന്നെ സമയമുള്ളത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അതാണ് നാം ബോധിക്കേണ്ടത്. അതിനാൽ നാം നമ്മെ തന്നെ തിരിച്ചറിയുക എന്ന ലഘുവായ പണിയാണ് വേണ്ടത്. ആ കണ്ണട വെച്ചപ്പോൾ എല്ലാം പച്ചയായി തോന്നിയതുപോലെ തന്നിൽ താൻ ആരാണെന്ന സത്യം ബോധിച്ചപ്പോൾ പ്രപഞ്ചമെല്ലാം അതാണെന്നും ഒന്നും ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഒന്നും ആർക്കും നഷ്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നും തൻ്റെ ധാരണകളാ എല്ലാം തന്നെ തെറ്റിദ്ധാരണയാണ് എന്നും അത് തിരുത്തിയാൽ മാത്രം മതി എന്നും ബോധിച്ച് പരമസന്തുഷ്ടരായി ഇവിടെ ജീവിക്കുക എന്നതാണ് നമ്മുടെ സ്വധർമ്മമായിരിക്കുന്നത്. അതിനാൽ ഭർത്താമന്നീ എന്നു ചൊല്ലാനൊരാൾ വേണം, എണ്ണത്തിനൊക്കെയും സാക്ഷിയാണപ്പുമാൻ. നീയതാണെന്നൊരാൾ ഓതിയാൽ അല്ലാതെ താനതാണെന്നാരുമോരില്ല നിശ്ചയം.